ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെയല്ല ഹൈക്കോടതിയെയാണ് വിശ്വാസമെന്ന് മന്ത്രി. കുറ്റാരോപിതനായ ആളെയല്ല ഹൈക്കോടതിയെയാണ് വിശ്വസിക്കുന്നതെന്നും മന്ത്രി എം.പി. രാജേഷ്. എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? അപ്പോൾ ഒരു കാര്യം, സാധാരണ ജാമ്യം ഹർജിയിലെ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കില്ല. അതാണ് പ്രാഥമികമായ തത്വം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ കേസ് അന്വേഷണം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും അന്വേഷണം അങ്ങേയറ്റം കാര്യക്ഷമമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും മറ്റാർക്കും പങ്കുവച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഹൈക്കോടതിയുടെ 2 അംഗ ദേവസ്വം ബെഞ്ചാണ്. അപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഞാനെന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കാൻ. അതാ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കേസിൽ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ആളെ അല്ല വിശ്വസിക്കുന്നത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കുന്നത്. സർക്കാരിനെതിരായ തന്ത്രിയുടെ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തന്നെ സർക്കാരിലെ ചിലർ കുടുക്കിയെന്നാണ് തന്ത്രിയുടെ ആരോപണം. എന്നാൽ തന്ത്രിക്ക് മാത്രം എന്തു പ്രത്യേകതയെന്ന് മന്ത്രി ചോദിച്ചു. യുവതീ പ്രവേശന സമയത്ത് എന്തെല്ലാം ഗൂഢാലോചന നടന്നുവെന്ന BJP നേതാവ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയോടെ വ്യക്തമായി. ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചന പിന്നീട് വ്യക്തമാകും. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. പ്രതിപക്ഷത്തിന് പരാജയ ഭീതിയാണ്. മന്ത്രിക്കെതിരെ റീത്തുവെച്ചുള്ള പ്രതിഷേധത്തിന് കാരണം ആ പരാജയ ഭീതിയാണ്. ഇനിയും ഇതുപോലെയുള്ള നാടകങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് രാജേഷ് പരിഹസിച്ചു. പരാജയ ഭീതി വന്നിരിക്കുന്നു, ഒരു വിസ്മയവും സംഭവിക്കുന്നില്ല എന്നതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ തന്നെ സർവേ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം വാടകയ്ക്കെടുത്ത ഏജൻസിയുടെ സർവേയും LDF MLA-മാർക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. ബജറ്റിനെ കുറിച്ച് നടത്തിയ സർവേ ഒരു പ്രമുഖ മാധ്യമത്തിന് പിൻവലിക്കേണ്ടി വന്നു. കാരണം ബജറ്റിന് അനുകൂലമായിട്ടാണ് പൊതുജനാഭിപ്രായം വന്നത്. ഇതെല്ലാം വന്നപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ പരിഭ്രാന്തരാണ്, പരാജയ ഭീതിയിലാണ്. ആ പരാജയ ഭീതിയാണ് റീത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ അങ്ങേയറ്റത്തെ ഹീനമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ കാരണം. ഒരു കാര്യം ഉറപ്പായി, കണ്ണൂരിൽ റീത്ത് വെച്ചതാരാന്ന് മനസ്സിലായല്ലോ, ഇപ്പൊ വ്യക്തമായില്ലേ? UTV ന്യൂസ്, പാലക്കാട്.